ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊന്നൊരു ഈസി ആയിട്ടും സിമ്പിളായിട്ടുള്ള റെമഡിയാണ്. ഇതെൻ്റെ ഒരു ഫേസിൽ വരുന്ന പിമ്പിൾസാണ്. നമുക്കിതെങ്ങനെ മാറ്റാമെന്നാണ് ഞാൻ കാണിക്കുന്നത്. ജസ്റ്റ് 2 ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഞാൻ കാണിക്കുന്നത്. ഒന്ന് നമ്മുടെ ബ്രൂ, എല്ലാവർക്കും അറിയാമല്ലോ, ബ്രൂ 2ൻ്റെ ഒരു ബ്രൂ പാക്കറ്റിൽ നമ്മൾക്ക് ഷുഗർ ഇട്ട് മിക്സ് ചെയ്യുന്ന ഒരു രീതി എല്ലാവർക്കും അറിയാം. അതിൽ നിന്നും വ്യത്യാസമായി 2 ഇൻഗ്രീഡിയൻസ് കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിതിലേക്ക് ബ്രൂ പൊട്ടിച്ചിട്ടതിന് ശേഷം ഒരു ടേബിൾ സ്പൂണിൻ്റെ പഞ്ചസാര, പിന്നെ അതിലേക്ക് ചെറുനാരങ്ങ നീരിടുമ്പോൾ ചില ആൾക്കാർക്ക് സൈഡ് എഫക്ട്സ് ഉണ്ടാവാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെയൊന്നും എനിക്ക് തോന്നില്ല. കാരണം എൻ്റെ സെൻസിറ്റീവ് സ്കിൻ ആയതുകൊണ്ട് ഞാനപ്പോൾ ഇടണോ വേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ ഞാൻ ഇട്ട് കഴിഞ്ഞിട്ട് എനിക്ക് വേറൊരു പ്രശ്നങ്ങളും ഉണ്ടായില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഗ്ലിസറിൻ ഇടാം. ഗ്ലിസറിൻ നല്ലതാണ്. ആദ്യം ഒരു നീറ്റൽ പോലെ ഉണ്ടാവും, എന്നാലും അത് മാറിക്കോളും. എന്നിട്ട് ഞാൻ നമ്മുടെ നാരങ്ങ നീരിലേക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ഡൈല്യൂട്ട് ചെയ്യുകയാണ്. ആ തരിതരിപ്പ് അധികം ഇല്ലെങ്കിലും കുഴപ്പമില്ല. നോർമലായിട്ട് നമുക്കൊരു തരിതരിപ്പ് ഉണ്ടായാൽ മാത്രം മതി. ഇത് നമുക്ക് 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഞാനിപ്പോൾ നമ്മുടെ മിക്സ് നന്നായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് വേറൊരു ഇൻഗ്രീഡിയൻറ്റും കൂടി ഇടുന്നുണ്ട്. നമ്മുടെ തക്കാളിയുടെ നീര്, ഒരു തക്കാളിയുടെ കുറച്ച് നീര് മതി. അത് നമ്മുടെ സ്കിന്നിലേക്ക് നന്നായിട്ട് നമ്മുടെ പിമ്പിൾസ് വന്നേക്കുന്ന പോഴ്സിൻ്റെ ഉള്ളിലേക്കും പോയിരിക്കുന്ന പിമ്പിൾസ് പോയിട്ടുള്ള കറുത്ത പാടുകളില്ലേ, അതൊക്കെ മാറാനായിട്ട് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഞാനിപ്പോൾ ഇതൊരു 7 ഡേ ചലഞ്ചായിട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത് കേട്ടോ. എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്ക് ഇത് എത്തിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആരും സ്കിപ്പ് ചെയ്യാതെ ഇത് കാണണം. എന്നാലേ എനിക്കിനി അടുത്ത വീഡിയോസിലേക്ക് പുതിയ ഐഡിയാസായിട്ട് നിങ്ങളിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് കണ്ടോ, ഞാനിത് ഡൈല്യൂട്ട് ചെയ്തു. എന്നിട്ട് ഞാൻ നാരങ്ങയുടെ തോട് വെച്ച് തന്നെയാണ് നമ്മുടെ ഫേസിൽ ഇത് അപ്ലൈ ചെയ്യുന്നത്. ഒരു 15 മിനിറ്റ്സ് വെറുതെ ജസ്റ്റ് നമ്മൾ ആ നാരങ്ങയുടെ തോട് വെച്ച് ഇങ്ങനെ അപ്ലൈ ചെയ്ത് ഒന്ന് ജസ്റ്റ് സ്ക്രബ് ചെയ്ത് പോയാൽ മാത്രം മതി. ഇപ്പോൾ ഞാൻ എൻ്റെ ഹാൻഡിലാണ് ചെയ്യുന്നത്. എൻ്റെ ഹാൻഡിൽ നല്ല ഡാർക്ക് സ്പോട്ട്സും അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഫേസിലുള്ള ഡാർക്ക് സ്പോട്ട് അതൊക്കെ മാറാനായിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ ഇത്. എല്ലാവരും ഇതുപോലെ തന്നെ ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഇവിയോൺ ക്യാപ്സ്യൂളില്ലേ, അതും വേണമെങ്കിൽ ആഡ് ചെയ്യാം. നാരങ്ങയ്ക്ക് അത്ര അലർജി ഉണ്ടെങ്കിൽ ഞാൻ നാരങ്ങ നിങ്ങളോട് ഇടാൻ പറയുന്നില്ല. അപ്പോൾ ഹാൻഡിൽ ആദ്യം ചെയ്തപ്പോൾ തന്നെ കുറച്ച് വ്യത്യാസം എനിക്ക് തോന്നിയായിരുന്നു. അപ്പോൾ ഞാനത് കുറച്ചും കൂടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ടോ, ഡാർക്ക് സ്പോട്ട്സൊക്കെ മാറി സ്കിൻ നല്ല ക്ലീനായി. അപ്പോൾ ഇതാണ് എൻ്റെ ഫേസ്. അപ്പോൾ നമ്മൾക്ക് ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.